സോ നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങളൊരു മെഡിറ്റേറ്റർ ആണെന്നുണ്ടെങ്കിൽ മെഡിറ്റേഷനിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന തോട്ട്സ് അത് അൺഹെൽപ്ഫുൾ ആണെന്ന് കണ്ടാൽ അതിനെ മായ്ച്ച് ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള തോട്ട് അതിന് പകരം ഫിക്സ് ചെയ്ത് അതിനെ റിപ്പീറ്റ് ചെയ്ത് വെക്കുക. അല്ല മെഡിറ്റേറ്റർ അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഡയറി എടുത്ത് വെനെവർ യു ഗോയിങ് ത്രൂ എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, മനസ്സുകൊണ്ട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ 3 കോളം വരയ്ക്കുക. ആദ്യത്തേത് നിങ്ങളുടെ സിറ്റുവേഷൻ എഴുതുക. രണ്ടാമത്തെ കോളത്തിൽ നിങ്ങളുടെ ഓട്ടോമാറ്റിക് തോട്ട്സ്, നിങ്ങളുടെ മനസ്സ് എന്തൊക്കെയാണ് തരുന്നതെന്ന് എഴുതുക. മൂന്നാമത്തെ കോളത്തിൽ റാഷണലൈസ്ഡ് തോട്ട്സ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള തോട്ട്സ് അതിനെ ഈ ഓട്ടോമാറ്റിക് തോട്ട്സിൻ്റെ നിന്ന് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. സോ ഈ ഒരു പ്രതിപക്ഷ ഭാവന ചെയ്യുന്ന വേറെ ആർക്കും വേണ്ടിയിട്ടല്ല കേട്ടോ. നമ്മൾ വേറൊരാളെ ഇപ്പോൾ പൊറുക്കാണ് ക്ഷമിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും അല്ല ദേഷ്യം പിടിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിലും ഒന്നും അവർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇറ്റ് ഈസ് ഫോർ അസ്. നമ്മളുടെ മൈൻഡ് ക്ലിയർ ആവാനും ഫ്രീ ആവാനും നമ്മളുടെ ഹെൽത്ത് ഓക്കെ ആവാനും നമ്മളുടെ ബോഡി ഹീൽ ആവാനും ഒക്കെയാണ് നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുന്നത്. ടു ഹീൽ അവർ സെൽസ്. സോ ആർ യു റെഡി ടു ഹീൽ യുവർ സെൽഫ് വിത്ത് പ്രതിപക്ഷ ഭാവന?